മിസ്റ്റർ ജിത്തുബായ്, യെസ്, നിങ്ങളാളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. യെസ്, മമ്മൂക്ക അല്ലേ? മമ്മൂക്ക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫിറോസ് ഖാൻ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ഡേഞ്ചർ ഫിറോസ്. ഓക്കെ, അപ്പോൾ ഫിറോസ് ഖാൻ ഒരു ഇന്റർവ്യൂവിനകത്ത് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാണ്. അതായത് മമ്മൂക്കാന്റെ ഒപ്പം വിത്ത് മമ്മൂക്ക ഒരു സെറ്റിൽ അഭിനയിച്ചതിന്റെയും പിന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി സെറ്റിൽ എങ്ങനെയാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ്. ആക്ച്വലി ഇതിൽ എനിക്ക് വലിയ സർപ്രൈസ് ഒന്നും തോന്നുന്നില്ല. ബിക്കോസ് ഞാനിതിനു മുമ്പും ഫിലിം ഫീൽഡിലുള്ള പലരും പറഞ്ഞു കേട്ട ഒരു കാര്യമാണ്. നിങ്ങളോ? മമ്മൂക്കാനെ കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഇത്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് നോക്കാം എന്താ വിഷയം ഇങ്ങനെ പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയാണ് മമ്മൂക്ക അതുവരെ നമ്മൾ ടി വിയിൽ സിനിമയിൽ മാത്രം കണ്ട, കുട്ടിക്കാലം മുതൽ കണ്ട ഒരാളെ നമ്മൾ നേരിട്ട് കണ്ട ആദ്യത്തെ എൻ്റെ ഷോട്ട് തന്നെ കൈ ചൂണ്ട് ക്ലോസ് റേഞ്ചാണ്. കൈ ചൂണ്ടിട്ട് നീയും എടാൻ പോടാന്നൊക്കെ വിളിക്കുന്ന കുറേ ഡയലോഗാണ് മമ്മൂക്കായ. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് എനിക്ക് ആദ്യം 2-3 പ്രാവശ്യം ചെറിയ തെറ്റുകൾ പറ്റി. പക്ഷെ പുള്ളി തന്നെ എന്നെ കൂളാക്കുകയും പിന്നീട് ഓക്കെ ആവുകയൊക്കെ ചെയ്തു. പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളി മമ്മൂക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി മമ്മൂക്ക ഒരു പാവം മനുഷ്യനാണ്. ആക്ച്വലി ഒരു പാവമാണ്, ഒരു 90% പാവമായിട്ടുള്ള ആളാണ്. പക്ഷേ പുള്ളിയുടെ സംഭവം എന്ന് പറയുന്നത് എനിക്ക് ഇപ്പോഴത് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ സെറ്റിൽ ഒരാൾ പുള്ളിയേക്കാൾ നല്ലൊരു ഡ്രസ്സ്, ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ അത് ഊരിപ്പിക്കും പുള്ളി. കാരണം ഒരു പ്രൊഡക്ഷനിലുള്ള ആരെങ്കിലും ആ ഷർട്ട് മാറ്റാൻ വിളിച്ച് പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഈഗോ വർക്കൗട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പുള്ളി അവിടെ വന്ന പുള്ളി ആയിരിക്കണം രാജാവ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് അടിയാളന്മാരൊക്കെ നിൽക്കുന്നവരുണ്ട്. അവർക്കൊക്കെ വീണ്ടും വീണ്ടും ചാൻസുകളുണ്ട്. ചില ആർട്ടിസ്റ്റൊക്കെ ഞാൻ അവിടെ കണ്ണുകൊണ്ട് കണ്ട കാര്യമാണ്. അവിടെ ആ ആർട്ടിസ്റ്റൊക്കെ പല പടത്തിലും ചെറിയ ചെറിയ വേഷങ്ങൾ പുള്ളി വിളിച്ച് കൊടുക്കും. നട്ടലില്ലാതെ നട്ടൽ ഉളച്ച് നിൽക്കുന്ന കുറേ ടീമുകളുണ്ട്. ഒരു പക്ഷെ ഞാനും അങ്ങനെ നിന്നിട്ടെങ്കിൽ പുള്ളിയുടെ 2ാമത്തെ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുണ്ട്. പക്ഷെ നമുക്കത് പറ്റില്ല. അല്ല, അത് അയാളെ ഒരു വേർഷനാണ്, അയാളെ ഭാഗത്ത് നിന്ന് പറയണതാണ്. ചിലപ്പോൾ അങ്ങനെ തന്നെ ആവണമെന്നില്ല. വേറെ ഇപ്പോൾ ഇയാൾ നട്ടല് വളച്ചു എന്ന് പറയുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് ബഹുമാനം കൊണ്ട് ചിലപ്പോൾ ഒരു മമ്മൂക്കയോടുള്ള ഇഷ്ടം ബഹുമാനം ഒക്കെ കൊണ്ടായിരിക്കും. ഇപ്പോൾ പറയാലോ, നട്ടല് വളയ്ക്കൊന്നുമല്ല. ഞാൻ മമ്മൂക്കനെ കണ്ട ഞാനും റെസ്പെക്ട് തന്നെ ആയിരിക്കും നിൽക്കും. മമ്മൂക്കയോടുള്ള ഇഷ്ടം പോലെ. വേറെ കാര്യമുണ്ട്, 2 കാറ്റഗറി ആവും. മമ്മൂക്കാനെ ബട്ടർ ചെയ്ത് മസ്ക് അടിച്ച് ചാൻസ് കിട്ടാൻ നിൽക്കുന്നവരുണ്ടാവും, റെസ്പെക്ട് കൊണ്ട് നിൽക്കുന്നവരും ഉണ്ടാവും. എല്ലാവരും അങ്ങനെയെന്നുള്ളതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷെ മറ്റേ കാര്യം ഷർട്ടിന്റെ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് മമ്മൂക്ക. എന്നാലും ഞാൻ ഇതുപോലെ കുറെ കേട്ടിട്ടുണ്ട്. അതായത് ഞാൻ കേട്ടത് അത്രയും സിനിമയിൽ അത്രയും എന്താ പറയാ ഇൻവോൾവ് ആയ 1-2 വ്യക്തികൾക്ക് അവർക്കുണ്ടായ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് എന്നോട് പറഞ്ഞത്. പേഴ്സണൽ എക്സ്പീരിയൻസ് 2 പേര് ഷെയർ ചെയ്ത് എന്നോട് പറയുന്നുണ്ട്. അവർക്ക് ഡയറക്റ്റ് ഉണ്ടായ ഒരു എൻകൗണ്ടർ. അത് ഈ ഷർട്ട് കണ്ണട ഇങ്ങനത്തെ ഒക്കെ സ്കീം തന്നെയാണ്. അത് പല രീതിയിലാണ് ഡെലിവറി ചെയ്യാന്നാ പറഞ്ഞത്. ഒന്നിനെയും നേരിട്ടാണ് പറയും. തമാശയെ കൂടി എന്താ പോണ പോക്കിന് ഇപ്പൊ ഒരാളിന് നടന്നു പോകുമ്പോ പാസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം അടിക്കും, ഇങ്ങനെ ഒരു കമന്റ്, അതിൽ തീരും, പിന്നെ നോക്കണ്ട. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് അങ്ങേരത് പറയിപ്പിച്ചിട്ട് അതെന്ത് ചെയ്യും, അത് മാറ്റിക്കും, നൈസായിട്ട് മാറ്റിക്കും. അപ്പൊ അത് മമ്മൂക്ക റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലുള്ളവർക്കോ ഈ സംഗതി റെഗുലർ ആയിട്ട് പറയുന്നതും അല്ലെങ്കിൽ അനുഭവിച്ചുള്ള ആൾക്കാരുണ്ടാവും. സോ ഇത് റെഗുലർ സാധനമാണ്. പക്ഷെ അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊന്നും നമുക്ക് എന്താ ലൈക്ക് അങ്ങനെ നോർമലി നമുക്കത് എനിക്ക് തോന്നുന്നത് മമ്മൂക്കാന്റെ ഒരു ചെറിയൊരു കുട്ടിത്തരം സ്വഭാവത്തിന്റെ പോലെയാണ് മമ്മൂക്കാന്റെ മുന്നിൽ പോയിട്ട്. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുന്നത്, മമ്മൂക്കാന്റെ മുന്നിൽ പോയിട്ട് ഞാൻ ഈ ലോകത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ഡ്രസ്സ് ഇട്ട് പോയിരുന്നാലും എന്നെയാണോ മമ്മൂക്കാനെയാണോ ആൾക്കാർ നോക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എനിക്ക് മമ്മൂക്കയ്ക്ക് ഉള്ളിൽ തോന്നുന്ന ഒരു എന്തോ ഒരു അങ്ങേർക്ക് എന്ന് പറഞ്ഞാൽ കുറെ കാലമായിട്ട് അങ്ങേർക്ക് ആ ഒരു സാധനം, അതായത് ഇപ്പൊ പറഞ്ഞ പോലെ സെറ്റിനകത്ത് മമ്മൂക്കയാണല്ലോ മെയിൻ. ഞാൻ തന്നെ മതി, എന്റെ തല എന്റെ, ഇനിയിപ്പോ അതൊക്കെയാണോ സരോജ് കുമാർ പറഞ്ഞേ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അല്ല, ചിലപ്പോ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെടുക, കോൺസെൻട്രേഷൻ പോവേ, കോൺഫിഡൻസ് അല്ല കോൺസെൻട്രേഷൻ പോവൊക്കെ ചെയ്യണ്ടാവും ചിലപ്പോ. അത് ഫാൻസിന് ന്യായീകരിക്കും. ആവാന്നോ? അല്ല, ഞാൻ പറയുമ്പോ അയാൾ ഫാനാണ്, അയാൾ ന്യായീകരണം വരും. കാരണം ഇയാൾ ഫാനാണ്, ഞാൻ ന്യായീകരിക്കും. പക്ഷെ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എക്സ്പീരിയൻസ് ഉള്ള നടനാണ്. ഇപ്പോഴും ഇൻഡസ്ട്രിക്കകത്ത് അങ്ങേരെ കുറിച്ച് അങ്ങനെ തന്നെ പറയുമ്പോ ഒന്നുമില്ലാതെ ആരും പറയില്ലല്ലോ. ഞാൻ അതിൽ കണ്ട പോസിറ്റീവ് എന്താ അറിയോ, ഇത് മാത്രമേ പറയണുള്ളൂ എന്നുള്ളതാണ്. ഞാൻ മമ്മൂക്കനെ കുറിച്ച് വേറെ ആർക്കും വേറെ ഒന്നും പറയാനില്ല. ഫാൻസ് ആവുമ്പോ ഞാൻ ഫാനെ തന്നെ പിടിച്ചിരുത്തിയത്. ഇയാൾ അങ്ങനെയാണ്, ഇടയ്ക്ക് ഏട്ടൻ ഫാൻ, ഇടയ്ക്ക് ഇക്ക ഫാൻ. ഏട്ടൻ ഫാൻ ആവൂല, ദിലീപേട്ടൻ ഇഷ്ടമാണ്.
ആളാ ഇയാളങ്ങനെ. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആസിഫ് ഫാൻ. ഇയാളങ്ങനെയാണ്, ഓരോ ടൈമിൽ ഓരോ ഫാനാണ് ഇയാൾ ഒന്നും കൂടി ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല ഈ സാധനം ഉണ്ട് അങ്ങനെ. പിന്നെ ഞാൻ ഈ പാവം എന്ന് പറഞ്ഞെങ്കിലും പുള്ളിയുടെ പല കാര്യങ്ങളും ഗ്ലോറിഫൈ ചെയ്താണ് ആൾക്കാർ. അതായത് ഞാനൊരു ഇൻസിഡൻറ്റ് ഈ അടുത്തിടയ്ക്ക് ഒരാൾ പറഞ്ഞതാണ്. അദ്ദേഹം ഒരു സിനിമാ സെറ്റിൽ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററോ ആ സിനിമയിലൊരു വളരെ വലിയൊരു ഭാഗമായി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ മമ്മൂക്കയുടെ ഒരു ഷെഡ്യൂൾ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചെന്നൈയിലോ മറ്റാണ് ഷൂട്ട്, നാട്ടിലേക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിക്ക് പുള്ളി ഡ്രൈവ് ചെയ്താണല്ലോ വരുന്നത്, ഇയാളെ കൂടെ കൂട്ടിന് കയറ്റി. അപ്പോൾ അയാൾ വരുന്നില്ല എന്ന് മാക്സിമം പറഞ്ഞെങ്കിലും ഇല്ല നീ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൂടെ കയറ്റി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ എന്തോ ഒരു കാര്യം ഇദ്ദേഹം പറഞ്ഞപ്പം മറുപടി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എന്തോ ചെറിയ കാര്യമാണ്, പുള്ളി പറയുന്നതിനെല്ലാം എസ് മൂടിയാൽ ഓക്കെയാണ്. അദ്ദേഹത്തെ ആ ഒരു ഏർലി മോർണിംഗ് ഒരു 3 മണിയായപ്പോൾ പുള്ളിയെ ഒരു കാട്ടിൻ്റെ നടുക്കുള്ള റോഡിൽ ഇറക്കി വിട്ട് ഇറങ്ങുന്ന പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ട് പുള്ളി വണ്ടി എടുത്തിട്ട് പോയിട്ട് 1/2 മണിക്കൂർ പുള്ളിയോട് നിർത്തിയിട്ടാണ് തിരിച്ചു വന്നത്. ഈ ഒരു ഇൻസിഡൻറ്റ് പക്ഷേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ആ ഇരയാക്കപ്പെട്ട മനുഷ്യൻ പറഞ്ഞത്, ഇരയാക്കിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ, ആ വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഗ്ലോറിഫൈ ചെയ്തതാണ്. മമ്മൂക്കാക്ക് പെട്ടെന്ന് ദേഷ്യം വരും, ഇങ്ങനെ പ്രവർത്തിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് മമ്മൂക്ക ഇൻഡസ്ട്രിയിലുള്ള ഒരാൾ, അയാളുടെ ഈ അടുത്തിടയ്ക്ക് ആ ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, പെട്ടെന്ന് ആരാന്ന് ഓർക്കുന്നില്ല, ഒരു വേറൊരു കണ്ടോളൂ. അല്ല ടെക്നിക്കൽ ഫീൽഡിലുള്ളൊരു കക്ഷിയാണ്. അപ്പോൾ അന്നേരം ഈ ഇൻസിഡൻറ്റ് പക്ഷെ പുള്ളി പറയുന്നത് മമ്മൂക്ക ഗ്ലോറിഫൈ ചെയ്തായിട്ടാണ്. അതായത് പുള്ളി അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വന്ന ചെറിയൊരു കാര്യം മതി, ദേഷ്യം വന്നപ്പോഴത്തേക്ക് ഇറക്കി വിട്ടിട്ട് ആ എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പോയത് ഞാനവിടെ നിൽക്കുമ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞ് പുള്ളി തിരിച്ചു വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു. എന്നിട്ട് മമ്മൂട്ടി ഈ പറയുന്നതെന്ന് പറയുന്നത് കുറ്റമായിട്ടല്ല, പുകഴ്ത്തിയാണ് പറയുന്നത്. മമ്മൂക്കാക്ക് ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും. ഇപ്പം ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ട് ഒരു സ്ഥലത്തോണ്ടുണ്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ വന്നാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? എന്തുകൊണ്ട് ബാക്കിയുള്ളൊരു മമ്മൂട്ടി എന്ന് പറയുന്നത് ദൈവമൊന്നും അല്ലല്ലോ. അങ്ങേരുടെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഇറക്കി വിടുന്നതും സെറ്റിലുള്ള ഒരാളുടെ ഷർട്ട് മാറ്റിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള കുറേ തെണ്ടിത്തരവും തന്നെ ഉണ്ട് ഇങ്ങനെയുള്ള ക്യാരക്ടറിനെ. പക്ഷെ ബാക്കിയുള്ളവർ ഗ്ലോറിഫൈ ചെയ്ത് പറയുന്നത് കൊണ്ടാണ് വീണ്ടും ഈ തെറ്റ് ചെയ്യാൻ പുള്ളി വില്ലിങ് ആവുന്നത്. അപ്പോൾ പുള്ളിയുടെ തെറ്റുകൾ പോലും ഒരു സിനിമാ നായൻ്റെ പേരിൽ പുള്ളിയുടെ തെറ്റുകൾ പോലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞ് വീണ്ടും ഇങ്ങനെയുള്ള പല തെറ്റുകളും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നും. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളുണ്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ. പുള്ളിയുടെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇത് സാധാരണ ഒരു മനുഷ്യൻ ചെയ്തായിരുന്നെങ്കിൽ ഇപ്പോൾ എന്നെയാണ് അങ്ങനെ ഇറക്കി വിട്ടുന്നെങ്കിൽ പിന്നെ ആ വണ്ടിയിൽ ഞാൻ കയറത്തില്ല, ഞാൻ നല്ല തെറിയും കൊടുക്കും. എൻ്റെ സ്വഭാവം അങ്ങനെയാണ്, മനസ്സിലായി. പക്ഷെ അത് ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കില്ല. അത് പുള്ളിന്നല്ല മമ്മൂട്ടിന്നല്ല, മമ്മൂട്ടിയുടെ കാര്യമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇൻഡസ്ട്രിയിൽ. അപ്പോൾ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. എന്തിനാണത്? അത് ഈ താര ആരാധനയാണ്. 100-300 പേരുടെ കഷ്ടപ്പാടാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഒരു സിനിമ എന്ന് പറയുന്നത്, ഒരാളുടെ അല്ല. വാട്ട്സ് യുവർ കോൾ ആസ് എ ഫാൻ? അല്ല, ഞാൻ പറയണെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്താ പറയുക, ഫിറോസ് ഖാക്ക് തോന്നണതും ആവാലോ ഇങ്ങനെ. അതായത് ഇപ്പോൾ ഫിറോസ് ഖാ പറയണു എന്നെയാണ് അങ്ങനെ ഇറക്കി വിടുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനും അയാളോട് പിന്നെ തിരിച്ചു വരുമ്പോൾ പോയി പണി നോക്കാൻ പറയുന്നുള്ളത്. അത് ഫിറോസ് ഖാൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണെന്നുള്ളതാണ് അയാൾ പറയുന്നത്. പിന്നെ ഈ പൊക്കി പറയാ ചോദ്യം ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. ഇത് എത്രമാത്രം സത്യമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇറക്കി വിട്ടു. പിന്നെ മാത്രല്ല ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്രയും കുറെ കാലം എല്ലാരും മമ്മൂക്കനെ ഇങ്ങനെ ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരിക്കാം എന്നുള്ളതാണോ? കുറെ ആൾക്കാരുണ്ട്, മെജോറിറ്റി ഉണ്ട് ഇങ്ങനെ ഒരു ക്യാരക്ടർ. അത് മമ്മൂക്കാനെ മാത്രമല്ല ലാലേട്ടനെ ആണെങ്കിലും മമ്മൂക്കാനെ ആണെങ്കിലും, അതായത് കുറെ പേരെ ഗ്ലോറിഫൈ ചെയ്യുന്നവരുണ്ട്, ഇല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. സിനിമാ ഫീൽഡിനകത്ത് പ്രത്യേകിച്ച് ഗ്ലോറിഫൈ ചെയ്യുന്നതിനെ കുറിച്ചല്ലോ പറയുന്നത്. പുറത്ത് പറയാൻ ഫിറോസ് ഖാ വരേണ്ടി വന്നു എന്നുള്ളത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണില്ല. കാരണം ഇതിപ്പോ ഇങ്ങനെ ഒരു ക്യാരക്ടർ മമ്മൂക്കയ്ക്ക് ഉണ്ട് എന്നുള്ളത് ഇത്രയും പ്രശ്നമായിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ തുറന്നു കാണിക്കാൻ ഫിറോസ് ഖാ വരേണ്ടി വന്നു എന്നുള്ള ഒരു ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇഷ്ടംപോലെ ആളുകളുണ്ടാവും. ഞാൻ പറഞ്ഞ ഇൻഡസ്ട്രിക്കകത്ത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആരും പരസ്യമായിട്ട് ഇത് പറഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും അറിയാം, ഇല്ലേ? നമ്മൾ തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ഒരു ഇൻസിഡന്റ് ഒരാളെ കയറ്റിട്ടിട്ട് അത് ഇപ്പൊ ദേഷ്യം കൂടുതലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കാക്ക് ഭയങ്കര ദേഷ്യമാണ്. നമ്മൾ തന്നെ കുറെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഇല്ലേ? പല വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരാളെ ഇറക്കി, ആ വ്യക്തിയല്ല കേട്ടോ ഈ ഇൻസിഡന്റ് പറഞ്ഞത്, ആ വ്യക്തിയിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞിട്ടാണ് ഇങ്ങനെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. ഇങ്ങനെ പറയാൻ ഉദ്ദേശിക്കുന്ന പോയിന്റ് എന്താ? ഇങ്ങനെ ചെയ്യുന്നതും ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ സിനിമയിലുള്ളവർക്ക് വരാൻ കാരണം എന്താ? സൂപ്പർ സ്റ്റാർ ആണ്, അല്ലേ? അതാണ് ഇങ്ങനെ പറയുന്നത്. സൂപ്പർ സ്റ്റാർ ആയതുകൊണ്ട് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക്. ഗ്ലോറിഫൈ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? ചാൻസുകൾ നഷ്ടപ്പെടും.
ചെയ്തിട്ടുണ്ട്, പലരും ചെയ്യാറുണ്ട് ഇല്ലേ? ചെയ്യാതില്ല, ഒരിക്കലും ചെയ്യാത്ത ആൾക്കാരാണ്. അങ്ങനെ സംഭവ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചെയ്യുന്നുണ്ടാവും, ഇഷ്ടംപോലെ ആൾക്കാർക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ ഇതിൽ 2 കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത്. ഒന്ന് ഗ്ലോറിഫൈ ചെയ്യുന്നവരും കുത്തുന്നുണ്ട്, രണ്ടാമത് അതായത് ഈ സ്വഭാവം കാണിക്കരുതെന്നും പറയുന്നുണ്ട്. ശരിക്കും ഒരു പക്ഷത്ത് നിന്നല്ല ഇങ്ങനെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റാണ് കാര്യം. കേൾക്കുമ്പോൾ മമ്മൂക്കാനെ ഇഷ്ടമുള്ളവർക്ക് എന്താണ് ദേഷ്യം തോന്നാം, മനസ്സിലായോ? ദേഷ്യം തോന്നാം, അത് ഓബ്വിയസ് ആണ്. പക്ഷെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഒരാളിപ്പോൾ ഇത് പറഞ്ഞു, ഇതിപ്പോൾ സോഷ്യൽ മീഡിയൻ്റെ ടൈമാണ് അല്ലേ? സോഷ്യൽ മീഡിയയുടെ ടൈമാണ്. ഇപ്പോൾ സിനിമയിൽ തന്നെ അങ്ങോട്ട് ഹിറ്റായിട്ട് അല്ലെങ്കിൽ സിനിമ കിട്ടാൻ ഇനി അതിനാവശ്യമില്ല. നാളെ ഇങ്ങനെ പറഞ്ഞത് കേട്ടൊരു 10 ആളൊന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉണ്ടായ ആരെങ്കിലും ഇതിപ്പോ മമ്മൂക്കാന്റെ ഏത് കാലത്തെ ഒരു ഇപ്പൊ മമ്മൂക്ക അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇപ്പത്തെ ആളുകളൊന്നും എനിക്ക് തോന്നുന്നില്ല. മമ്മൂക്കയാണ് ലാലേട്ടനാണ് ചോദിച്ചിട്ട് അയ്യോ എന്നൊന്നും പറഞ്ഞു നിൽക്കുന്ന ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മമ്മൂക്കന്നെ ഇപ്പൊ അടുത്ത് ഓർമ്മല്ലേ നമുക്ക് മറ്റേ കരിപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ മമ്മൂക്കൊക്കെ ഏറെ പോണ അപ്പൊ ഇപ്പത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടി ആണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും ഇവിടെ സൂപ്പർ സ്റ്റാറൊന്നും ഈ പറഞ്ഞ പോലെ പോയിട്ട് പലവട്ടം മേറെ പോകേണ്ട ഒരു അവസ്ഥ മമ്മൂക്കയ്ക്ക് വന്ന കാരണം കൊണ്ട് തന്നെ നമുക്ക് എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ശ്രദ്ധിക്കും. ഇപ്പൊ എന്താ പറയാ, മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തി കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ നോക്കുന്നു അല്ലെങ്കിൽ ട്രെൻഡ് നോക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ കാണുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ ചിലപ്പോ അയ്യോ ഇനിയിപ്പോ ഞാൻ ഈ സ്വഭാവമായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ആരാണ് ലൈവ് ഇടാന്ന് പറയാൻ പറ്റില്ല. ആണെങ്കിലും കോമഡി സുരാജ് വെഞ്ഞാറമൂടൊക്കെ കോമഡി പറഞ്ഞ പോലെ തന്നെ ആയിരിക്കണം. അപ്പൊ പലരും പല രീതിയിലുള്ള സ്വഭാവങ്ങൾ ഉണ്ടാവുക. ഇപ്പൊ ചിലപ്പോ ഇതേ സാധനം ലാലേട്ടൻ ചെയ്യുമ്പോൾ നമുക്ക് ദേഷ്യമായി തോന്നില്ല. മോനെ ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്ക്, ഞാനിപ്പോ ഒരാളെ കാണല അങ്ങനെ ഇരുത്ത ഒരാളൊക്കെ അറിയാം. ലാലേട്ടൻ രാവിലെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഉച്ചയ്ക്ക് വന്ന ഒരാളെ എനിക്കറിയാം. രാവിലെ മമ്മൂക്ക അവിടെ ഇറങ്ങിക്ക് ഞാൻ ഇപ്പോൾ വരാന്നാണ് പോണതും മോനെ ഒരു 10 മിനിറ്റ് നിൽക്ക്, ഞാനിപ്പോ വരാറിന് തിരിച്ചു വരുന്നുണ്ട്. നിങ്ങൾക്ക് ആളറിയാം, ഞാൻ കഥകളോട് രാവിലെ ഫ്ലൈറ്റിൽ വിളിച്ചു വരുത്തിയിട്ട് ഉച്ച വരെ ലാലേട്ടന്റെ വീട്ടിലിരുത്തി ഉച്ചയ്ക്ക് വന്നിട്ടൊരു ചോദ്യം ചോദിച്ചു. അതോടുകൂടി അയാൾക്ക് മനസ്സിലായി ഓക്കെ പോയി പോകാൻ. അതെ, അപ്പൊ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഫിറോസ് ഭായ് ആണെങ്കിലും ആരാണെങ്കിലും ഒരു പരിധി കഴിഞ്ഞ് സൂപ്പർ സ്റ്റാർഡത്തിലെത്തി ചുറ്റുമുള്ളവരൊക്കെ നമ്മളെ സാർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഓബിയസ്ലി വരുന്ന ഒരു ഈഗോ ചാടാ സാധനങ്ങളൊക്കെ ഒരുപാട് മനുഷ്യനാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ ദൈവം മറ്റേ സോ കോൾഡ് ദൈവമായിരിക്കുന്നു. അതിപ്പോ എങ്ങനെയല്ല ഒരു 10 ആള് നമ്മളെ സാറേ വിളിച്ചിട്ട് ഒരു 11ാമത്തെ എന്തോ സുഖല്ലെന്ന് വെക്കുമ്പോ അത് ചോദ്യം വരും, അത് പൊട്ടും. അപ്പൊ ഇത്രയും സ്റ്റാർഡത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രൈം ഫേസിൽ ചെയ്ത് വേണം. ഇപ്പൊ ചെയ്യണ്ടോ എന്നുള്ളതിനെ കുറിച്ച് വലിയ ഐഡിയ. എന്തായാലും പ്രൈം ഫേസിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇൻഡസ്ട്രിക്കകത്ത് എന്തുള്ളത് ഇതിനെ കുറിച്ചൊരു ഭയങ്കര ടോക്ക് വരുന്നത്. പിന്നെ ഇപ്പൊ എല്ലാരും ഫിറോസ്കാരെ പോലെ അല്ല വന്ന് പറയാറില്ല, ഇനി പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളെ കൊല്ലം തുളസിക്ക് ചാനൽ തുടങ്ങിയിട്ടുണ്ടല്ലോ, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഞാൻ അഴിച്ചു വിടുന്നു പറഞ്ഞിട്ടുണ്ട്. കൊല്ലം തുളസി അല്ല, ആള് മാറിപ്പോയി. നമ്മൾ 2 ദിവസം മുന്നേ റിയാക്ട് ചെയ്ത മറ്റേ അങ്ങേര് ആലപ്പി അഷ്റഫ്, സോറി ആള് മാറിപ്പോയി. അല്ലല്ല ദിലീപേട്ടനെ കുറിച്ചല്ല അയാള് പറയുന്നത്, ആലപ്പി അഷ്റഫ് വേറെ സ്കീമാ പിടിച്ചത്. അതെ, അങ്ങേര് പറഞ്ഞത് അങ്ങേര് ബുക്ക് എഴുതുന്നേക്കാൾ നല്ല യൂട്യൂബിൽ വീഡിയോ ഇടാം. ഇട്ട് തള്ളുണ്ട് അങ്ങേര്, കുറെ സാധനങ്ങൾ അടിച്ചിറക്കുന്നല്ല കേട്ടോ. അങ്ങേര് കണ്ടാൽ തന്നെ അങ്ങേര് പറയുന്നത്, കാരണം അങ്ങേർക്ക് ഇൻഡസ്ട്രിക്കകത്തല്ലേ കുറെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പം എന്താ സോഷ്യൽ മീഡിയ ടൈമാണ്, ഇന്നവിറ്റബിൾ ആണ്. കുറേ കാര്യങ്ങളൊക്കെ അതേമാതിരി ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുറത്ത് വരുവിടെ വരാതിരിക്കൊന്നുമില്ല. പണ്ട് ചെയ്താണെങ്കിലും ഇപ്പൊ പറയും. പിന്നെ അത് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയ ആണ്, എന്ത് പറഞ്ഞാലും കൊണ്ട് പുറത്തേക്ക് പോയിക്കോളുന്നതുകൊണ്ട് കുറേയൊക്കെ മിക്സ് ചെയ്ത് കയറ്റി പറയണവരുണ്ട്. അപ്പം എന്താണെങ്കിലും ഞാൻ പറഞ്ഞു, ഇത് പരസ്യമായ രഹസ്യമാണ് മമ്മൂക്കാൻ്റെ ഈ ഒരു ബിഹേവിയർ. അപ്പം ഇങ്ങനെ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ജിത്തുവായി കട്ട ഫാനാണ്, ആക്സെപ്റ്റ് ചെയ്യാൻ ശേഷം പാടായിരിക്കും. ബട്ട് സ്റ്റിൽ അങ്ങേർക്കും കൂടി അറിയുന്ന കാര്യമായതുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയുണ്ട് അല്ലേ? പുഴുങ്ങിയല്ലേ? ശരി.